സ്റ്റുഡൻസ് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനുള്ള ചാപ്റ്ററിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാപ്റ്റർ ആസ് സച്ച് ഡെപ്തിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ടോപ്പിക്സ് ടു ബി കവേർഡ് മെയിൻ ആയിട്ടുള്ള ഏരിയകളാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. സോ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിൽ NCERT ആദ്യം തന്നെ പറയുന്നുണ്ട് സ്പോഞ്ചസ്, സീലൻഡ്രേറ്റ്സ് പോലുള്ള ലോവർ ആനിമൽസിൽ സ്പെഷ്യൽ ബോഡി ഫ്ലൂയിഡ് ആയിട്ടുള്ള ബ്ലഡിൻ്റെ നീഡില്ല, അവർക്ക് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ കനാൽ സിസ്റ്റം, സ്പോഞ്ചസിലൊക്കെ വാട്ടർ കനാൽ സിസ്റ്റം ആണുള്ളത്, നമുക്കറിയാം അല്ലേ. പക്ഷേ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഹ്യൂമൻസ് പോലുള്ള കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ആനിമൽസിലാണ് ബ്ലഡ്, അതേപോലെ തന്നെ ലിംഫ് പോലുള്ള സ്പെഷ്യൽ ബോഡി ഫ്ലൂയിഡ് എന്തിനാവശ്യമുള്ളത്? സർക്കുലേഷന് വേണ്ടി ആവശ്യമുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലഡിനെ സംബന്ധിച്ചാണ് NCERT പറയുന്നത്. ബ്ലഡിൽ രണ്ട് പോർഷൻ ഉണ്ട്. ഒന്ന് പ്ലാസ്മ, ഫ്ലൂയിഡ് പോർഷൻ, ഫ്ലൂയിഡ് മെട്രിക്സ് ആണ് പ്ലാസ്മ. പിന്നെ സെല്ലുലാർ കമ്പോണൻ്റ് ആണ് നമ്മുടെ ഫോംഡ് എലമെൻറ്റ്സ്. ഓക്കെ, ബ്ലഡിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ ആണ് ഈ കാണുന്നത്. ബ്ലഡിൻ്റെ കമ്പോസിഷൻ നമുക്കറിയാം 55% പ്ലാസ്മയാണ്, ബാക്കി റിമൈനിങ് 45% ആണ് ബ്ലഡിലെ സെല്ലുകളായിട്ടുള്ള നമ്മുടെ ഫോംഡ് എലമെൻറ്റ്സ്. ബ്ലഡ് സെൽസ് നമുക്കറിയാം RBC ഉണ്ട്, ഓർ RBC is also called എറിത്രോസൈറ്റ്, WBC ഓർ ല്യൂക്കോസൈറ്റ്സ്. ദെൻ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ വേറെ പേര് നമ്മൾ സാധാരണഗതിയിൽ ത്രോംബോസൈറ്റ്സ് എന്നാണ് വിളിക്കുക, ത്രോംബോസൈറ്റ്സ്. ഓക്കെ, ഇതിൽ RBC ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. WBC നമുക്കറിയാം ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷനുള്ള WBC ഉണ്ട്. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫംഗ്ഷൻ നമുക്ക് ബ്ലഡ് കൊയാഗുലേഷൻ ആണ് ഓർ ക്ലോട്ടിംഗ് ആണ് എന്നുള്ളതൊക്കെ അറിയാം. പിന്നെ WBCൻ്റെ ക്ലാസിഫിക്കേഷൻ ഗ്രാനുലോസൈറ്റ്, എഗ്രാനുലോസൈറ്റ്. ഗ്രാനുലോസൈറ്റുകളാണ് നമ്മുടെ ബേസോഫിൽസ് ഉണ്ട്, യോസ്നോഫിൽ, ന്യൂട്രോഫിൽസ്, ദാറ്റ് ഈസ് ബെൻ. ദെൻ എഗ്രാനുലോസൈറ്റ്, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്, മോൾ, ബെൻ, മോൾ എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് പ്ലാസ്മയിലെ കമ്പോസിഷൻ പറയുകയാണെങ്കിൽ പ്ലാസ്മയിൽ 90-92% വാട്ടറാണ്, 6-8% പ്ലാസ്മ പ്രോട്ടീൻസ്, അതിൽ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഈ മൂന്നാളുകളുടെയും ഫംഗ്ഷൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ആൽബുമിൻ്റെ പണി ഓസ്മോട്ടിക് ബാലൻസ് ആണ്, ഗ്ലോബുലിൻ്റെ പണി ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ആൻഡ് ഫൈബ്രിനോജൻ ഈസ് ഹെൽപ്പിംഗ് ഫോർ അഗെയിൻ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഫൈബ്രിനോജൻ ഹെൽപ്പ് ചെയ്യുന്നത്. ബാക്കി ന്യൂട്രിയൻസ്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ലിപ്പിഡുകളൊക്കെ ഉണ്ട്. പിന്നെ മിനറൽസ് ഉണ്ട്, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം പോലുള്ള ആൾക്കാരുണ്ട്. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും നമ്മുടെ പ്ലാസ്മയിലുണ്ട്. ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻറ്റ് യൂഷ്വലി എന്ത് രൂപത്തിലാണെന്നറിയോ? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് യൂഷ്വലി ഇനാക്റ്റീവ് രൂപത്തിലാണ്. എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കുന്ന സമയത്താണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആക്റ്റീവ് ആവുക. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് യൂഷ്വലി ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് വാട്ട് ഡു യു മീൻ ബൈ സിറം? സിറം ഈസ് പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. സോ plasma minus clotting factors, that is called as serum. That is also a favorite question. Okay, then RBC, WBC, platelets led അതിൻ്റെ കൗണ്ട് ചോദിക്കാറുണ്ട്. RBCൻ്റെ കൗണ്ട് 5 to 5.5 million ആൻഡ് പെർ മില്ലിമീറ്റർ ക്യൂബ് ആണ്. WBC ആണെങ്കിൽ 6,000 to 8,000 പെർ മില്ലിമീറ്റർ ക്യൂബ് ആണ്. ദെൻ RBCയിൽ ന്യൂക്ലിയസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ RBC ഈസ് ഡിവോയ്ഡ് ഓഫ് ന്യൂക്ലിയസ് ആണ്. RBCയിൽ ന്യൂക്ലിയസ് ഇല്ല, പക്ഷേ WBCയിൽ യൂഷ്വലി എന്താണ്? ന്യൂക്ലിയസ് ഉണ്ട് എന്നുള്ളതാണ്. WBCയിൽ ഹീമോഗ്ലോബിൻ ആബ്സെൻ്റ് ആണ്, പക്ഷേ RBCയിൽ ഹീമോഗ്ലോബിൻ പ്രസൻറ്റ് ആണ്. എത്ര ഹീമോഗ്ലോബിൻ? അതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 12 to 16 gram വിൽ ബി പ്രസൻറ്റ് ഇൻ എവറി 100 ml ഓഫ് ബ്ലഡ്. ദാറ്റ് ഈസ് ആൾസോ എ ക്വസ്റ്റ്യൻ. ആൻഡ് ഗ്രേവ്യാർഡ് ഓഫ് RBC, ദാറ്റ് ഈസ് സ്പ്ലീൻ. സ്പ്ലീനിലാണ് യൂഷ്വലി RBC ഡിസ്ട്രക്ട് ചെയ്യപ്പെടുക. ദാറ്റ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. RBC ഫോം ചെയ്യുന്നതോ റെഡ് ബോൺ മാരോ. ഓക്കെ, അങ്ങനെ കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് WBC ക്ലാസിഫിക്കേഷൻ നമ്മൾ ബെൻമോൾ എന്ന് പറഞ്ഞാൽ മതി. സോ ബെൻമോളിൽ ഡെഫിനറ്റ്ലി ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആളെന്ന് പറയുന്നത് ന്യൂട്രോഫിൽസ് ആണ്, 60 to 65% ആണ് കേട്ടോ. ഏറ്റവും കുറവ് കാണുന്നതാണ് ബേസോഫിൽ, ദാറ്റ് ഈസ് 0.5 to 1% ആണ്. ഓക്കെ, ബാക്കി റിമൈനിങ് ആൾക്കാരെ പെർസെൻറ്റേജ് കൂടെ നോക്കണം. ദിസ് ഈസ് 2 to 3% യോസ്നോഫിലാണ്. ആൻഡ് മോണോസൈറ്റ് ഇറ്റ് ഈസ് റഫ്ലി 6 to 8% ആണ്. ആൻഡ് ലിംഫോസൈറ്റ് ഈസ് 20 to 25%. അപ്പോൾ ഒരുമിച്ച് അങ്ങ് പഠിക്കാം. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ന്യൂട്രോഫിൽ, മോണോസൈറ്റ് ഫംഗ്ഷൻ സെയിം ഫംഗ്ഷൻ ആണ്, ദാറ്റ് ഈസ് ഫാഗോസൈറ്റോസിസ് ആണ്. ഫാഗോസൈറ്റോസിസ്. ഈസ്നോഫിൽ ഈസ് ഇൻവോൾവ്ഡ് ഇൻ അലർജിക് റിയാക്ഷൻസ്. അലർജി എന്നുള്ളത് ആലോചിച്ചാൽ മതി. ഓക്കെ, ഈസ്നോഫിൽ എന്ന് കേൾക്കുമ്പോൾ അലർജി എന്നുള്ളത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അലർജിക് റിയാക്ഷൻ എഴുതിയാൽ മതി. ഓക്കെ, ബേസോഫിലിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഓർ ഇൻഫ്ലമേഷൻസ് ആണ്. ഇൻഫ്ലമേഷനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻഫ്ലമേഷൻ ബേസോഫിൽ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത് ബൈ സെക്രീറ്റിംഗ് 3 സ്പെഷ്യൽ കെമിക്കൽസ്. വാട്ട് ആർ ദോസ് 3 തിങ്സ്? യെസ്, ദാറ്റ് ഈസ് ആൾസോ ഡിസ്ക്രൈബ്ഡ് ഇൻ യുവർ NCERT. ഹിസ്റ്റാമിൻ ഉണ്ട്, ദെൻ ഹെപ്പാരിൻ ഉണ്ട്, ഹിസ്റ്റാമിൻ, ഹെപ്പാരിൻ, ആൻഡ് ആൾസോ സെറോട്ടോണിൻ. ഹിസ്റ്റാമിൻ, ഹെപ്പാരിൻ, സെറോട്ടോണിൻ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഹിസ്റ്റാമിൻ, ഹെപ്പാരിൻ, സെറോട്ടോണിൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബേസോഫിലാണ്. ആൻഡ് ബേസോഫിൽ ഈസ് ദ ലീസ്റ്റ് അബണ്ടൻറ്റ്, ഏറ്റവും കുറവ് കാണുന്നത് ബേസോഫിലാണ്. മോസ്റ്റ് അബണ്ടൻറ്റ് ഈസ് ന്യൂട്രോഫിലാണ്. ഓക്കെ, ദെൻ ഫംഗ്ഷൻ ഓഫ് ലിംഫോസൈറ്റ്, ദാറ്റ് ഈസ് ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആൻറ്റിബോഡീനെ ഡയറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിംഫോസൈറ്റ് ആണ്.
2 types ഉണ്ട്. ഒന്ന് B lymphocyte ആണ്, രണ്ട് T lymphocyte ആണ്. Okay, so this is the idea, and this thing which I have discussed now is a favorite question again. So that is the summary of WBC. Going to the WBC, after WBC we have platelets in the function, blood coagulation or clotting ആണ്. Blood grouping, you have ABO blood grouping and RH grouping, and this table is important. AB and this grouping is based on the presence or absence of A antigens on the RBC. Antibody evide kana, antibody will be present in the plasma. A antigen present ആണെങ്കിൽ A blood group, B antigen ആണെങ്കിൽ B blood group, A യും B യും antigen ഉണ്ടെങ്കിൽ AB, ഒരു ആൻറ്റിജനും പ്രസന്റ് അല്ലെങ്കിൽ ആബ്സെന്റ് ആണെങ്കിൽ that is 0 അല്ലെങ്കിൽ O blood group എന്നാണ് പറയുക. ഓക്കെ, ആൻഡ് നമുക്കറിയാം യൂണിവേഴ്സൽ ഡോണർ ആരാന്ന് ചോദിച്ചാൽ that is O blood group ആണ്. അതുകൊണ്ടാണ് എല്ലായിടത്തും നമുക്ക് ഡോണർ ബ്ലഡ് ഗ്രൂപ്പിൽ എല്ലായിടത്തും നമുക്ക് ഓനെ കാണാൻ പറ്റും. ആൻഡ് എ ബിൻ്റെ പ്രത്യേകത ദാറ്റ് ഈസ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. സോ ഇൻ ടു എ ബി എനിവൺ ക്യാൻ ഡൊണേറ്റ് ഓർ എ ബി ക്യാൻ റിസീവ് ഫ്രം എനിവൺ എന്നുള്ളതാണ് പറയുക. സോ എ ബി ഈസ് കാൾഡ് ആസ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ്. സോ എ ബി ഈസ് കാൾഡ് ആസ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ്. ആൻഡ് അബൌട്ട് ദിസ് യൂണിവേഴ്സൽ ഡോണർ, ഹൂ ഇസ് ദ യൂണിവേഴ്സൽ ഡോണർ? O blood group is considered as the universal donor ആണ്. ഓക്കെ, now about RH grouping നമുക്കറിയാം. RH grouping, RH പോസിറ്റീവ് ഉണ്ട്, RH നെഗറ്റീവ് ഉണ്ട്. RH പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RH ആൻറ്റിജൻസ് പ്രസൻ്റ് ആണ്. RH നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ RH ആൻറ്റിജൻ ആബ്സെൻ്റ് ആണ്. RH ആൻറ്റിബോഡി ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുക? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. RH ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന RH നെഗറ്റീവ് പേഴ്സൺ ആണ്. എപ്പോൾ? നാച്ചുറലി ഉണ്ടോ? നാച്ചുറലി ആബ്സെൻ്റ് ആണ്. അവരിൽ RH പോസിറ്റീവ് ബ്ലഡുമായിട്ട് RH negative person blood mix ആയി കഴിഞ്ഞാൽ they will start producing RH antibodies. Okay, that is also important. So RH negative person will produce RH antibody. എപ്പോൾ? When this person's blood is getting mixed with RH positive blood, RH antigens വരുന്നു. So they will start producing RH antibody. And an important application, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഇൻസായിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കലി കാണുന്ന ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എൻ RH ഇൻകോമ്പാറ്റബിലിറ്റി സിറ്റുവേഷൻ, RH മിസ്മാച്ചിങ് സിറ്റുവേഷൻ, ദാറ്റ് ഈസ് കളക്റ്റീവ്ലി കാൾഡ് ആസ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് തരാം. എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസിൽ ചോദിക്കാറുള്ളത് അവിടെ ആ സിറ്റുവേഷനിലെ മദറും ഫീറ്റസും തമ്മിലുള്ള ബ്ലഡ് ഗ്രൂപ്പിങ്ങിൻ്റെ ഡിഫറൻസ് ഏതാണ്? മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഈസ് RH നെഗറ്റീവ് ആണ്. മദർ ഈസ് RH നെഗറ്റീവ് ആണ്. ആൻഡ് മദറിൻ്റെ അകത്ത് ഒരു കുഞ്ഞു ബേബി ഡെവലപ്പ് ചെയ്യുന്നു. ദിസ് ബേബീൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ മക്കളെ? ദിസ് ബേബീസ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് RH പോസിറ്റീവ് ആണ്. ബേബീസ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് RH പോസിറ്റീവ്. ദിസ് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. ആൻഡ് നോർമലി ഇവരുടെ ബ്ലഡ് മിക്സിംഗ് നടക്കുന്നുണ്ടോ? ദർ ഈസ് നോ മിക്സിംഗ്. വൈ? ബിക്കോസ് മദറിൽ നിന്നുള്ള ബ്ലഡിലെ കമ്പോണൻറ്റുകളെ പ്ലാസൻ്റ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ പ്ലാസൻ്റ ഈസ് സെപ്പറേറ്റിംഗ് ദ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ബ്ലഡ്. ആൻഡ് ദിസ് മദറിൻ്റെ ബ്ലഡിൽ നിന്നുള്ള ആവശ്യമുള്ള സാധനങ്ങളെ ആരാണ് കൊണ്ടുവരിക? ദിസ് അംബിലിക്കൽ കോഡ് പ്ലാസൻ്റ ത്രൂ അംബിലിക്കൽ കോഡ് വഴിയാണ് ഫീറ്റസിൻ്റെ ബ്ലഡിലോട്ട് ആവശ്യമുള്ള ന്യൂട്രിയൻസുകൾ, ഓക്സിജൻ പോലുള്ള സംഗതികൾ കയറി വരിക. ആൻഡ് അതേ വഴിയിലൂടെ തന്നെ ഫീറ്റസിൻ്റെ ബോഡിയിൽ നിന്നുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ സിറ്റുവേഷൻ. സോ ഇതിലെ ഫസ്റ്റ് ബേബി ഈസ് നോട്ട് അഫക്റ്റഡ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഡ്യൂറിങ് ദ ഡെലിവറി സമയത്ത്, ഫസ്റ്റ് ബേബി ഡെലിവറി ചെയ്യുന്ന സമയത്ത് ദർ ഈസ് എ ചാൻസ് ഓഫ് മിക്സിങ്, അല്ലേ? അപ്പോഴാണ് മിക്സിങ് നടക്കുന്നത്. സോ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ പ്രശ്നമൊന്നുമില്ല, ഫസ്റ്റ് ഡെലിവറിയിൽ മദറിൻ്റെ ബ്ലഡും ഫീറ്റൽ ബ്ലഡും മിക്സിങ് നടക്കാം. സോ അങ്ങനെ മദറിൻ്റെ ബോഡിയിലോട്ട് ആര് കയറി വരുന്നു? ഫീറ്റൽ ബോഡിയിലെ RH ആൻറ്റിജൻസ് കയറി വരുന്നു. കാരണം ഫീറ്റൽ ബ്ലഡ് എന്ന് പറയുന്നത് RH പോസിറ്റീവാണ്. അപ്പോൾ മദറിൻ്റെ ബോഡിയിലോട്ട് RH ആൻറ്റിജൻസ് കയറി വരുമ്പോൾ മദർ സ്റ്റാർട്ട്സ് പ്രൊഡ്യൂസിങ് RH ആൻറ്റിബോഡീസ്. ദിസ് ഈസ് ദ പ്രോബ്ലം. ഓക്കെ, സോ ഈ RH ആൻറ്റിബോഡി മദർ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നു ഫ്രം ദ ഫസ്റ്റ് ഡെലിവറി. സോ സപ്പോസ് ഇത് സെക്കൻഡ് ബേബി ആണെന്ന് വിചാരിക്കുക. സെക്കൻഡ് ബേബി സെയിം RH പോസിറ്റീവ് ആണെങ്കിൽ വാട്ട്സ് ദ സിറ്റുവേഷൻ? This antibody is now ready, and this antibody will move into the fetal body in the second baby ആണ്. സെക്കൻഡ് ബേബിൻ്റെ ബോഡിയിലോട്ട് ഈ RH ആൻറ്റിബോഡി കയറി വരുന്നു. അങ്ങനെ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ നടക്കുന്നു. ആൻഡ് ദിസ് വിൽ ലീഡ്സ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഫീറ്റൽ RBC, ഡിസ്ട്രോയ് ദ ഫീറ്റൽ RBC. അങ്ങനെ ഫീറ്റസിന് എന്ത് വരുന്നു? സിവിയർ അനീമിയ വരാം, ആൻഡ് ഈവൻ ജോണ്ടിസ് വരാം. അപ്പോൾ ഇവിടുത്തെ RH ആൻറ്റിബോഡി മദർ ഡെവലപ്പ് ചെയ്തതല്ലേ പ്രശ്നം. സോ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് കൊടുക്കേണ്ടി വരും? ടു പ്രിവെൻറ്റ് ദിസ്, അഡ്മിനിസ്ട്രിങ് RH ആൻറ്റിബോഡീസ് ടു ദ മദർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ദ ഫസ്റ്റ് ചൈൽഡ്. അപ്പോൾ എങ്ങനെയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ്
administering anti-RH antibodies to the mother immediately after the delivery of the first child. That is also a favorite question. Okay, now the coagulation of blood എന്നുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ ഏതാണ്ട് ഒരു സമ്മറി ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഷുറി സംഭവിക്കുന്നു, ടിഷ്യൂസിൽ നിന്നും പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നും കൊയാഗുലേഷന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ഇമ്പോർട്ടൻറ്റ് എൻസൈം മീഡിയേറ്റഡ് ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ നടക്കുന്നു. കാസ്കേഡ് പ്രോസസ് എന്നാണ് ഓവറോൾ പ്രോസസ്സിനെ വിളിക്കുക. ത്രോംബോകൈനേസ് ഡെവലപ്പ് ചെയ്യുന്നു. ത്രോംബോകൈനേസ് കൺവേർട്സ് ഇനാക്റ്റീവ് പ്രോത്രോംബിൻ ടു ആക്റ്റീവ് ത്രോംബിൻ. ത്രോംബിൽ വിൽ കൺവേർട്സ് ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ഇൻ ടു ആക്റ്റീവ് ഫൈബ്രിനാണ്. ഫൈബ്രിൻ ഇങ്ങനെ വല പോലെ, നെറ്റ്വർക്ക് പോലെ, ത്രെഡ് പോലെ നിൽക്കുന്നു. അവിടെ ഇഞ്ചുറി സമയത്തുണ്ടായ ആ ഒരു ഇഞ്ചുറിൻ്റെ ഇമ്പാക്റ്റിലുണ്ടായ ഡെഡ് ആൻഡ് ഡാമേജ്ഡ് ഫോംഡ് എലമെൻസുകളെ ആര് ട്രാപ്പ് ചെയ്യുന്നു? ഈ ത്രോംബിൻ ത്രെഡ് ട്രാപ്പ് ചെയ്യുന്നു. അങ്ങനെ സൂൺ ദിസ് വിൽ ബി കൺവേർട്ടിങ് ആസ് എ ക്ലോട്ട് ഓർ കൊയാഗുലം. ദിസ് ഈസ് ദ മെക്കാനിസം ഓഫ് കൊയാഗുലേഷൻ. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ദ ലിംഫ്? ഫസ്റ്റ് ഓഫ് ഓൾ ലിംഫിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് ഒരു കാപ്പിലറി സൈറ്റിലാണ്. ഇൻഡസ്ട്രീഷ്യൽ രണ്ട് സെല്ലിൻ്റെ ഇടയിലോട്ടാണ് ഫോർമേഷൻ നടക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വെൻ ദിസ് ഈസ് ഹാർട്ടിൽ നിന്ന് ആർട്ടറീസ് എന്തിനെ കൊണ്ടുവരുന്നു? ബ്ലഡിനെ കൊണ്ടുവരുന്നു. ദിസ് വിൽ ബി സ്പ്ലിറ്റിംഗ് ഇൻ ടു കാപ്പിലറീസ് ആയിട്ട് മാറുന്നു. ആദ്യം ആർട്ടീരിയോൾസ് ആകും, പിന്നെ കാപ്പിലറീസ് ആകുന്നു. ദിസ് കാപ്പിലറീസ് വിൽ ബി അഗെയിൻ സ്പ്ലിറ്റിംഗ് ആസ് venules and this will be joining as vein itself. Okay, and ഈ ഒരു സൈറ്റിൽ, this capillary cycle, what is actually happening, you know, the blood is actually filtering out. അങ്ങനെയാണ് നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡ് ഓർ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ നമ്മുടെ ലിംഫാറ്റിക് വെസൽ ലിംഫ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദിസ് ലിംഫ് വിൽ ബി അൾട്ടിമേറ്റ്ലി ഡ്രെയിനിങ് ഇൻ ടു ദ വെയിൻ ഇറ്റ് സെൽഫ് എന്നുള്ളതും NCERT പറയുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ഐഡിയ. അപ്പോൾ ഇതിൻ്റെ ഫോർമേഷൻ ഏതാണ്ട് മനസ്സിലായല്ലോ. കാപ്പിലറി സൈറ്റിലാണ് ലിംഫിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. ആൻഡ് ലിംഫിലെ കമ്പോസിഷൻ, ലിംഫിൽ എന്ത് കുറവായിരിക്കും? ലിംഫ് will be made of plasma. Lymph will be made of plasma with less proteins ആണ്, ലെസ് പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. കാരണം വലിയ പ്രോട്ടീൻസ് ഒക്കെ എവിടെ തന്നെ ബ്ലഡിൽ തന്നെ അവശേഷിക്കും. ബിക്കോസ് ആ ചെറിയൊരു കാപ്പിലറിയിൽ ചെറിയൊരു പോർ സൈസേ ഉള്ളൂ. ഫിൽട്രേഷൻ നടക്കുന്നത് ആ സൈറ്റിലൂടെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മുടെ പ്രോട്ടീൻസ് താഴോട്ട് വരുന്നത്. പിന്നെ ഫോംഡ് എലമെൻസിൽ RBCകൾ, അക്കോർഡിംഗ് ടു യുവർ NCERT, നോ RBC. സോ ലിംഫ് ഈസ് യൂഷ്വലി കളർലെസ്. മോർ WBC വിൽ ബി പ്രസൻറ്റ്. ഈ WBCയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലിംഫോസൈറ്റുകളാണ്, നോട്ട് ന്യൂട്രോഫിൽ. ബ്ലഡിലെ ബ്ലഡിലെ ഫോംഡ് എലമെൻ്റ് ആണെങ്കിൽ യൂഷ്വലി ന്യൂട്രോഫിൽസ് ആണ്. പക്ഷേ ലിംഫിലാണെങ്കിൽ ലിംഫോസൈറ്റുകളാണ് കൂടുതൽ. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ലിംഫും ചോദിക്കാറുണ്ട്. മെയിൻലി 3 ഫങ്ഷൻസ് ഹാവ് ബീൻ ഡിസ്ക്രൈബ്ഡ് ഇൻ NCERT. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന്, ലിംഫോസൈറ്റുകൾ ഉള്ളത് കൊണ്ട് ഇമ്മ്യൂണിറ്റി ഒരു ഫംഗ്ഷനാണ്, ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ദ ബോഡി ഒരു ഫംഗ്ഷനാണ്. നമ്പർ ടു, ദിസ് ഈസ് ആൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് കാരിയർ ഓഫ് വാട്ട് ഓൾ തിങ്സ്, ഇമ്പോർട്ടൻറ്റ് കാരിയർ ഓഫ് ദ ന്യൂട്രിയൻസ്, ഹോർമോൺസ്, ഓക്സിജൻ, ഇതിനൊക്കെ ക്യാരി ചെയ്യുന്നുണ്ട്. മാത്രമല്ല അബ്സോർപ്ഷൻ, ഫാറ്റിൻ്റെ അബ്സോർപ്ഷനുമായിട്ട് മാർക്ക് റോളുണ്ട്. ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റ്. സോ 3 ഫംഗ്ഷൻ: ഇമ്മ്യൂണിറ്റി, carrier of nutrients, oxygen, etc., hormones, etc. Number 3 fat and absorption. ഇത് 3 ആണ് function of this lymph. Okay, now circulatory pathway നമ്മൾ animal kingdom ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓപ്പൺ സർക്കുലേഷൻ, ക്ലോസ്ഡ് സർക്കുലേഷൻ. ഓപ്പൺ സർക്കുലേഷൻ എന്ന് പറയുന്നത് ആദ്യത്തിലൊക്കെയാണ് ആർത്രോപോഡ്സ്, മൊളുസ്ക്. ആൻഡ് ഇതിൽ ലാർജ് ബോഡി ക്യാവിറ്റി കണ്ട് സൈനസ് എന്ന് പറഞ്ഞൊരു ബോഡി ക്യാവിറ്റിയിലോട്ടാണ് ബ്ലഡ് പോയിട്ട് നിറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഓപ്പൺ സ്പേസിലോട്ടൊന്നും അല്ല ഇതിൽ നമ്മുടെ ക്ലോസ്ഡ് സർക്കുലേഷനിൽ സംഭവിക്കുന്നത്. ക്ലോസ്ഡ് സർക്കുലേഷനിൽ എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ അനലിഡ്സ് ആൻഡ് കോർഡേറ്റ്സ്. എർത്തുവമിലൊക്കെ നമ്മുടെ ക്ലോസ്ഡ് സർക്കുലേഷനാണ്. അവിടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നത് ഒരു ക്ലോസ് നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസലിലൂടെയാണ് പോവുള്ളൂ. ഏതാണ് മോർ അഡ്വാൻറ്റേജസ് ആൾവേസ് ക്ലോസ്ഡ് സർക്കുലേഷനാണ്. കാരണം അതിൽ ഫ്ലോ ഓഫ് ദ ഫ്ലൂയിഡ് ക്യാൻ ബി പ്രിസൈസ്ലി റെഗുലേറ്റഡ് എന്ന് NCERT പറയുന്നുണ്ട്. ഓക്കെ, നൗ ഡിഫറെൻറ്റ് ചേമ്പേഴ്സ് ഓഫ് ഹാർട്ട്. നമുക്കറിയാം 3 കൈൻഡ് ഓഫ് ഹാർട്ട് പോസിബിൾ ആണ് ഇൻ ദ വെർട്ടിബ്രേറ്റ്സ്. 2 ചേമ്പേർഡ് ഹാർട്ട് ആവാം, 3 ചേമ്പേർഡ് ഹാർട്ട് ആവാം, 4 ചേമ്പേർഡ് ഹാർട്ട് ആവാം. 2 ചേമ്പേർഡ് ഹാർട്ട് ഫിഷസിലാണ് കാണുന്നത്. 2 ചേമ്പേർഡ് ഹാർട്ട്, ഒരു ഏട്രിയ ഉണ്ടാവും, ഒരു വെൻട്രിക്കിൾ ഉണ്ടാവും. അതിൽ ഫിഷസിൻ്റെ ഹാർട്ട് പമ്പ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും പമ്പ് ചെയ്യുന്നതും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ദാറ്റ് വിൽ ബി റിസീവ്ഡ് ബൈ ദ ഗിൽസ് which is the actual respiratory organ in fishes is gills ഓക്സിജനെ റിസീവ് ചെയ്യുന്നു, കാർബൺ ഡൈഓക്സൈഡിനെ കളയുന്നു. അങ്ങനെ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ബോഡി പാർട്സിലോട്ട് കൊടുക്കുന്നു. സോ ഇതൊരു സിംഗിൾ ലൂപ്പാണ്. ഹെൻസ് ഇറ്റ് ഈസ് കാൾഡ് എ സിംഗിൾ സർക്കുലേഷൻ.
circulation. So single circulation ആണ് fishes. ഇത് NCERT ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഫിഗേഴ്സ് നമ്മളിവിടെ ഫിഗേഴ്സ് വെച്ചിട്ട് NCERT സിംപ്ലിഫൈ ആണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കും മക്കളെ. നെക്സ്റ്റ് നമുക്ക് ആംഫീബിയൻസിൻ്റെ കേസിലാണ്. സോ ആംഫീബിയൻസ് റെപ്റ്റൈൽസിലെ എക്സെപ്ഷൻ ക്രോക്കോഡൈൽസ് ആണ്. ഇതിൽ 3 ചേമ്പേർഡ് ഹാർട്ട് ആണ് കാണുന്നത് കേട്ടോ. 3 ചേമ്പേർഡ് ഹാർട്ട്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 3 ചേമ്പേർഡ് ഹാർട്ട് ആണ്. 4 ചേമ്പേർഡ് ഹാർട്ട് കാണുന്നത് ബേർഡ്സ്, മാമൽസ്, ക്രോക്കോഡൈൽസ് ആണ്. ഓക്കെ, 3 ചേമ്പേർഡ് ഹാർട്ടിൽ ഗിൽസ്, ലങ്സ്, സ്കിൻ ത്രൂ നമ്മുടെ ഓക്സിജൻ റിച്ച് ബ്ലഡ് വരുന്നു ആൻഡ് ബോഡി പാർട്സിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് വരുന്നു. മിക്സിംഗ് ഓഫ് ബ്ലഡ് വിൽ ബി ഹാപ്പനിങ് ഇൻസൈഡ് ദ വെൻട്രിക്കിൾ. സോ ദിസ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ദീസ് ഓർഗാനിസംസ്. ഓക്കെ, സോ 3 ചേമ്പേർഡ് ഹാർട്ടാണ് ഉള്ളത്. ആൻഡ് 4 ചേമ്പേർഡ് ഹാർട്ട് ഉള്ളത് നമുക്കൊക്കെ 4 ചേമ്പേർഡ് ഹാർട്ടാണ്. ബേർഡ്സ് ഉണ്ട്, മാമൽസ് ഉണ്ട്, ഈവൻ ക്രോക്കോഡൈൽസ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, ആൻഡ് ഇവിടെ 2 സർക്യൂട്ട് പോസിബിൾ ആണ്. The oxygenated blood from the lungs is pumping into the heart by through who is this pulmonary vein ആണ്. ഓക്കെ, ആൻഡ് തിരിച്ച് ലങ്സിലോട്ട് കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് കൊണ്ടുപോകുന്നത് this is our pulmonary artery ആണ്. So this is the pulmonary artery and who is this? This is the pulmonary vein. ഈ സർക്യൂട്ടിന് നമ്മൾ വിളിക്കുന്ന പേര് this is called as pulmonary circulation എന്നാണ് വിളിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് സർക്കുലേഷൻ ഈ സിസ്റ്റമിക് സർക്കുലേഷൻ. ഓക്സിജൻ റിച്ച് ബ്ലഡിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു? ബോഡി പാർട്സിലോട്ട് കൊണ്ടുപോകുന്നു. ഇത് ആരാണെന്നറിയോ? ദിസ് ഈസ് ദ അയോട്ട കൊണ്ടുപോകുന്നു. ആൻഡ് അവിടെ നിന്ന് കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡിനെ ഹാർട്ടിലോട്ട് എത്തിക്കുന്ന ഈ വെസൽ ആരാണെന്നറിയോ? ദിസ് ഈസ് കാൾഡ് ആസ് വീന കാവ. ആൻഡ് ഈ സർക്യൂട്ടിനെ വിളിക്കുന്ന പേര് സിസ്റ്റമിക് സർക്കുലേഷൻ. ഇങ്ങനെ 2 ലൂപ്പ് അവിടെ പോസിബിൾ ആണ്. സോ ഹെൻസ് ദിസ് ഈസ് കാൾഡ് ആസ് ഡബിൾ സർക്കുലേഷൻ. സോ ഡബിൾ സർക്കുലേഷൻ ആർദിലേക്ക് കാണുമെന്ന് ചോദിച്ചാൽ 4 ചേമ്പേർഡ് ഹാർട്ടുള്ള ആളുകൾക്കാണ്. ആരൊക്കെയാണ്? ബേർഡ്സ്, മാമൽസ്, ക്രോക്കോഡൈൽസ്. മക്കളെ, ആനിമൽ കിങ്ഡം റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസും നിങ്ങൾ നോക്കി വെക്കണം. ഇതിലെ എക്സാമ്പിൾസ് വെച്ചിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. വി ഹാവ് ഹാർട്ട് ആസ് ദ മെയിൻ സർക്കുലേറ്ററി ഓർഗൻ ഓർ പമ്പിങ് ഓർഗൻ. ഹാർട്ട് മീസോഡെർമൽ ഇൻ ഒറിജിൻ ആണ്. ഹാർട്ടിൻ്റെ സൈസ് ഒരു ക്ലഞ്ച്ഡ് ഫിസ്റ്റിൻ്റെ സൈസാണ്. ഹാർട്ടിൻ്റെ കവറിങ് പെരികാർഡിയമാണ്. 4 ചേമ്പേഴ്സ് ഉണ്ടെന്ന് അറിയാം. നമുക്ക് ലെഫ്റ്റ് ഏട്രിയ ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയ, റൈറ്റ് വെൻട്രിക്കിൾ. ഓക്കെ, സോ ഇതിൽ ഡിഫറെൻറ്റ് അനാറ്റമി പറയുകയാണെങ്കിൽ this is the portion between this is what this area, this in between the atria, both atrias there is interatrial septa. In between the ventricles, what is that? Interventricular septa. And what is present here? There is an atrioventricular septa is present, which is fibrous tissue ആണ്. ഫൈബ്രസ് ടിഷ്യൂ ആയിട്ടുള്ള അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഓപ്പണിങ്സ് ഉണ്ട്. ഏട്രിയോവെൻട്രിക്കുലർ സെപ്റ്റയാണ് ഈ കാണുന്നത്. ആൻഡ് ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ നമുക്ക് ഓപ്പണിംഗ് കാണാം. ആൻഡ് ദിസ് വിൽ ബി ഗാർഡഡ് ബൈ വാട്ട് യു നോ? ഗാർഡഡ് ബൈ വാൽവുകളാണ്. ഇവിടെ 2 കസ്പുള്ള വാൽവ്, ബൈകസ്പിഡ് വാൽവ്. ഇവിടെ ട്രൈകസ്പിഡ് വാൽവാണ് ഇവിടെ കാണുന്നത്. ദാറ്റ് നെയിംസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് ദ സ്ട്രക്ചേഴ്സ് കണക്ടിങ് ദിസ് കസ്പ്സ് ഓഫ് വാൽവിൻ്റെ കസ്പിനെ വെൻട്രിക്കിൾസിലോട്ട് കണക്ട് ചെയ്യുന്ന ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് കോഡേ ആണ് ഈ കാണുന്നത്. കോഡേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അനാറ്റമി ഓഫ് ദ ഹാർട്ട്. ഇനി വെസൽസ് ഓഫ് ഹാർട്ട് ഈസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെസൽസ് ഓഫ് ഹാർട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നത് പൾമനറി വെയിൻ ആണ്. ഓക്കെ, ഡയഗണലി ഓപ്പോസിറ്റ് ആണ് നമ്മുടെ പൾമനറി ആർട്ടറി. സോ ദിസ് ഈസ് പൾമനറി ആർട്ടറി. ഇത് രണ്ടും പഠിച്ചല്ലോ. ആൻഡ് ഇവിടെ നിന്ന് അറേസ് ചെയ്യുന്നത് അയോട്ടയാണ്. അയോട്ടൻ്റെ ആക്ച്വൽ എങ്ങനെ അറേസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത് this is just a box diagram. Okay, and this is the vena cava. Okay, actual structure ഇങ്ങനെയാണ് ഉണ്ടാവുക. ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഈ ആൾ, this is the aorta ഇങ്ങനെയാണ് പോകുന്നത്. കണ്ടോ, ബ്ലഡിന് ഇങ്ങനെയാണ് പോകുന്നത്. ആൻഡ് റൈറ്റ് വെൻട്രിക്കിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഈ ആൾ നമ്മുടെ എന്താണ്? പൾമനറി ആർട്ടറി. ഓക്കെ, ആൻഡ് ഇവർ അറൈസ് ചെയ്യുന്ന ഈ സ്ഥലത്ത് നമുക്ക് വാൽവുകളുണ്ട്. വാട്ട് ഈസ് ദിസ് വാൽവ്സ് കാൾഡ് as? These valves are called as semi-lunar valve ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, so these much things are very very important. Now the nodal tissues of the heart പറയുകയാണെങ്കിൽ, nodal tissues you have SA node ഉണ്ട്, and AV node ഉണ്ട്, then you have bundle of His, then you have the remaining thing. What is this called as? This is called as Purkinje fibers. This is also very very important. SA node is considered as the pacemaker of the heart. Okay, now entering to the cardiac cycle. മക്കളെ, cardiac cycle events is very very important. This name നിങ്ങൾ എന്തായാലും അറിയണം. atrial contraction, atrial systole ആണ്. കണ്ടോ, atrial contract ചെയ്തു, അപ്പോൾ ബ്ലഡ് കുറേ വെൻട്രിക്കിലെത്തി. ഇനി വെൻട്രിക്കിൾ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്നാണ് അതിനെ വിളിക്കുക. പിന്നെ അവസാനം വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുമ്പോൾ ഏട്രിയം രണ്ടും ഒരുമിച്ച് റിലാക്സ് ചെയ്യുന്നുണ്ട്. അതിനെ ജോയിൻറ്റ് ഡയസ്റ്റോൾ എന്നാണ് വിളിക്കുക. കറക്റ്റ്ലി എന്തൊക്കെയാണ് ഓരോ ഇവൻസിലും നടക്കുന്നത് എന്നുള്ളത് ഈവൻസ് ഓഫ് കാർഡിയാക് സൈക്കിൾ ഞാൻ പെട്ടെന്ന് സമ്മറൈസ് ചെയ്യാൻ പോകണം കേട്ടോ. ജോയിൻറ്റ് ഡയസ്റ്റോൾ തീരാൻ നേരം, ഇത് നിങ്ങൾ കൃത്യമായിട്ട് NCERT വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ജോയിൻറ്റ് ഡയസ്റ്റോൾ തീരാൻ നേരം ബ്ലഡ് ഇങ്ങനെ ബ്ലഡ്
കൃത്യമായിട്ട് മനസ്സിലാക്കണം. ബ്ലഡ് എങ്ങോട്ടേക്ക് വരുന്നു, ബ്ലഡ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന് ചാടി ഈ ഒരു പ്രഷർ കണ്ടോ, ഈ ബ്ലഡ് കാരണമുള്ള പ്രഷർ കാരണം ഇവിടുത്തെ വാൽവുകൾ ഓപ്പൺ ചെയ്യുന്നു. വാട്ട് ഈസ് ദിസ് വാൽവ്? യെസ്, ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ആര് ക്ലോസ്ഡ് ആണെന്ന് അറിയോ? ദീസ് വാൽവ്സ്. ഈ വാൽവ് ആരായിരിക്കും? സെമിലൂണർ വാൽവ് ക്ലോസ്ഡ് ആണ്. സോ അങ്ങനെ ബ്ലഡ് നേരെ എങ്ങോട്ടേക്ക് വന്ന് ചാടുന്നു? വെൻട്രിക്കിൾസിലോട്ട് ചാടുന്നു. 70% ബ്ലഡും അങ്ങനെ വന്ന് വെൻട്രിക്കിൾസിലോട്ട് നിറയുന്നുണ്ട്. ബാക്കി ഒരു 30% ബ്ലഡിനെ വെൻട്രിക്കിലോട്ട് എത്തിക്കാനാണ് ഈ ഏട്രിയ കോൺട്രാക്ട് ചെയ്യുന്നത്. ഏട്രിയ കോൺട്രാക്ട് ചെയ്യുമ്പോൾ റിമൈനിങ് 30% ബ്ലഡ് എന്ത് ചെയ്തു? എങ്ങോട്ടേക്ക് എത്തി? 30% ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് എത്തി. അത് ആ സമയത്തും ആര് ക്ലോസ്ഡ് ആണ്? സെമിലൂണർ വാൽവുകൾ ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇനി നോക്കൂ. അപ്പോൾ സെമിലൂണർ വാൽവ് ക്ലോസ്ഡ് ആണ്. സെമിലൂണർ വാൽവ് ക്ലോസ്ഡ് ആണ്. ഇവിടെ വെൻട്രിക്കുലർ സിസ്റ്റോൾ ആണ് ഇനി സമയം. വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്നു. വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ബ്ലഡ് ക്യാൻ ഫ്ലോ അപ്വേർഡ് അല്ലേ? അത് പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് ക്ലോസ് ചെയ്യണം? ദിസ് വാൽവ് ഷുഡ് ബി ക്ലോസ്ഡ്. ദാറ്റ് ഈസ് ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് ഷുഡ് ബി ക്ലോസ്ഡ് ആൻഡ് ദിസ് വിൽ പ്രൊഡ്യൂസ് എ ലബ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ വെൻട്രിക്കിൾ കോൺട്രാക്ഷൻ വീണ്ടും ഇങ്ങനെ കൂടും. അങ്ങനെ വെൻട്രിക്കിൾ പ്രഷർ കൂടുമ്പോൾ ദിസ് വാൽവ്സ് വിൽ ബി ഓപ്പണിംഗ്, വിച്ച് ഇസ് ദിസ് വാൽവ്? സെമിലൂണർ വാൽവ് വിൽ ബി ഓപ്പണിംഗ് ആൻഡ് ദ ബ്ലഡ് വിൽ ബി ഫ്ലോയിങ് ഔട്ട്സൈഡ്. ബ്ലഡ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ബ്ലഡ് പുറത്തേക്ക് പോയി ആൻഡ് നൗ ബ്ലഡ് പുറത്തേക്ക് പോയി. ഇനി വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യാണ്. വെൻട്രിക്കിൾസ് റിലാക്സ് ആൾറെഡി ഇവിടെ ഇവർ ക്ലോസ്ഡ് ആണ്. വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുമ്പോൾ ബ്ലഡ് ലോ പ്രഷർ വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുമ്പോൾ വെൻട്രിക്കിൾസിൽ പ്രഷർ കുറയുന്നു. അപ്പോൾ ബ്ലഡിന് തിരിച്ച് വെൻട്രിക്കിൾസിലോട്ട് കയറാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ ഹൂ വിൽ ബി ക്ലോസിങ്? സെമിലൂണർ വാൽവ് വിൽ ബി ക്ലോസിങ് ആൻഡ് ദിസ് വിൽ പ്രൊഡ്യൂസ് എ സൗണ്ട് വിച്ച് ഈസ് കാൾഡ് ആസ് ഡബ് സൗണ്ട്. ഓക്കെ, അപ്പോൾ ഡബ് സൗണ്ട് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ നൗ മക്കളെ നമ്മുടെ ECG ആണ്. ECGയിലെ വേവ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. P വേവിൻ്റെ റീസൺ, QRS കോംപ്ലക്സിൻ്റെ റീസൺ, T വേവിൻ്റെ റീസൺ ഈസ് എ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ. P വേവിൻ്റെ റീസൺ ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ്. QRSൻ്റെ റീസൺ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണ്. T വേവിൻ്റെ റീസൺ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണ്. ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ECG, 2 ആപ്ലിക്കേഷൻ NCERT പറയുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് റേറ്റ് നോക്കാൻ നമുക്ക് QRSനെ കൗണ്ട് ചെയ്താൽ മതി. ആൻഡ് എനി പോസിബിൾ അബ്നോർമാലിറ്റി ഓർ ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് ഓർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള അവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ECG എടുക്കാം. ഇത് രണ്ടും ECGൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് NCERT പറയുന്നുണ്ട്. ഓക്കെ, നൗ ബ്ലഡ് വെസൽസ് നമുക്ക് we have 3 layers for the blood vessels. When you consider a blood vessel cross section നമ്മൾ എടുക്കുകയാണെങ്കിൽ you have 3 layers. So you have an outermost tunica externa and middle tunica media and an innermost tunica intima. So this is the tunica intima and this is the tunica media and this is the tunica externa. മൂന്നിലും എന്തൊക്കെയുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ട്യൂണിക്ക ഇൻറ്റിമേൽ എന്താണെന്ന് അറിയോ? there is a squamous endothelium, tunica intima, tunica medial smooth muscle elastic fibers, tunica external കാണുന്നത് മെയിൻലി കൊളാജൻ ഫൈബേഴ്സ് ആണ്. ആൻഡ് ആർട്ടറി വെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കാര്യമായിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. വെയിനിൻ്റെ ല്യൂമൻ നോക്കൂ, വെയിനിൻ്റെ അകത്ത് വലിയ ല്യൂമനാണ്, പക്ഷേ ആർട്ടറിൻ്റെ ല്യൂമൻ ചെറുതാണ്. ഓക്കെ, ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ. ആൻഡ് വേറൊരു ഡിഫറൻസ് കൂടെ ചോദിക്കുകയാണെങ്കിൽ വെയിൻസിൽ വാൽവുകൾ പ്രസൻ്റ് ആണ് എന്നുള്ളത് പറയാം. V for V എന്ന് ആലോചിച്ചാൽ മതി. വെയിൻസിൽ വാൽവ് ഉണ്ട്, ആർട്ടറീസിൽ വാൽവുകൾ ആബ്സെൻ്റ് ആണ് എന്നുള്ളതൊക്കെ പറയും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഐഡിയ. ആൻഡ് നൗ ഡബിൾ സർക്കുലേഷൻ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ദിസ് portal circulation, hepatic portal circulation is present between the liver and intestine. ലിവറും ഇൻറ്റസ്റ്റൈനും തമ്മിൽ ഒരു സർക്യൂട്ട് ഉണ്ട്. ദാറ്റ് ഈസ് an independent circuit in which heart is not present directly. അപ്പോൾ ഹാർട്ട് ഇല്ലാത്ത സർക്കുലേഷനെയാണ് പോർട്ടൽ സർക്കുലേഷൻ എന്ന് വിളിക്കുക. ആൻഡ് ദിസ് സ്പെഷ്യൽ സർക്കുലേഷൻ is called as hepatic portal circulation. So this vein is called as hepatic portal vein. So this connect the intestine to liver എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, now നമ്മുടെ ഹാർട്ടിനെ സപ്ലൈ ചെയ്തിട്ട് ആരുണ്ടെന്ന് അറിയൂ? ഹാർട്ടിനെ സറൗണ്ട് ചെയ്തിട്ട് ഹാർട്ടിൻ്റെ മസിൽസിനെ സപ്ലൈ ചെയ്യാൻ there are some vessels like this. ഹാർട്ടിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വേര് പോലെ ഇങ്ങനെ കാണുന്ന വെസൽസുകൾ ഉണ്ട്. ആൻഡ് ദീസ് വെസൽസ് ആർ കാൾഡ് കൊറോണറി ആർട്ടറീസ് എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുക കേട്ടോ. എന്താണ് കൊറോണറി ആർട്ടറീസ് എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുക. ഈ കൊറോണറി ആർട്ടറിയിൽ ഒബ്സ്ട്രക്ഷൻ വരുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അവസ്ഥകൾ വരാറുള്ളത്. സോ കൊറോണറി സർക്കുലേഷൻ ഓർ കൊറോണറി വെസൽസ് ആർക്കാണ് സപ്ലൈ ചെയ്യാന്ന് ചോദിച്ചാൽ കാർഡിയാക് മസിൽസിനാണ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആൻസർ. നൗ ഫിസിയോളജി ചാപ്റ്റേഴ്സിലൊക്കെ നമുക്ക് റെഗുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇതിൽ 3 പോയിന്റുകളേ ഉള്ളൂ. റെഗുലേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ഹാർട്ടിന് സ്വന്തം കാര്യം ഹാർട്ടിൻ്റെ റെഗുലേഷൻ ഹാർട്ട് തന്നെ ചെയ്തോളും. ദാറ്റ് ഈസ് കാൾഡ് എസ് ഓട്ടോ റെഗുലേഷൻ ദാറ്റ് ഈസ് ഇൻട്രിൻസിക് റെഗുലേഷൻ എന്ന് വിളിക്കും. ബിക്കോസ് ഹാർട്ടിൽ എന്തുണ്ട്, സ്പെഷ്യലൈസ്ഡ് നോഡൽ ടിഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് ഹ്യൂമൻ ഹാർട്ടിനെ മയോജനിക് എന്ന് പറയുന്നത്. ബിക്കോസ് നോഡൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് മസിൽസ് ആണ്. ഓക്കെ, നൗ പക്ഷേ നമുക്ക് ന്യൂറോൺസുകളുടെ റോൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ മെഡുല ഒബ്ലോങ്കേറ്റയിലെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ 2 പാർട്ടുകളുണ്ട്. ആയിരിക്കുക, സിമ്പത്തറ്റിക് നെർവസ് ഉണ്ട്, പാരാസിമ്പത്തറ്റിക് നെർവസ് ഉണ്ട്. സിമ്പത്തറ്റിക് നെർവസ് എന്താ ചെയ്യുക, ഹാർട്ടിൻ്റെ ആക്ടിവിറ്റിനെ കൂട്ടും, പാരാസിമ്പത്തറ്റിക് ഹാർട്ടിൻ്റെ ആക്ടിവിറ്റിനെ കുറക്കും. ഇനി അഡ്രിനൽ മെഡുലറി ഹോർമോൺസുകളുണ്ട്, അവരെന്ത് ചെയ്യും, ഹാർട്ടിൻ്റെ ആക്ടിവിറ്റിനെ എല്ലാം കൂട്ടുന്ന ആളുകളാണ്. ഓക്കെ, നൗ ബി പി, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഹൈ ബി പി ആണ്. വാട്ട് ഡു യു മീൻ ബൈ ഹൈ ബി പി? നോർമൽ ബി പി വാല്യൂ ചോദിക്കാം, 120/80 മില്ലിമീറ്റർ മെർക്കുറി ആണ്. 120 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിനെ നമ്മൾ സിസ്റ്റോളിക് ബി പി എന്ന് വിളിക്കും. 80 മില്ലിമീറ്റർ മെർക്കുറിനെ നമ്മൾ ഡയസ്റ്റോളിക് ബി പി എന്ന് വിളിക്കും. ഓക്കെ, ഹൈ ബി പി എന്ന് പറയുന്നത് മോർ ദാൻ ഓർ ഈക്വൽ ടു 140/90. ഒറ്റ വാല്യൂ അല്ല, റിപ്പീറ്റഡ് വാല്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹൈ ബി പി, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാൻ പാടുള്ളൂ കേട്ടോ. ഹൈപ്പർ ടെൻഷൻ അഫക്റ്റ് ചെയ്യുന്ന 3 ഓർഗൻസ് ആരൊക്കെയെന്നറിയോ? ഒന്ന് നമ്മുടെ ഹാർട്ടാണ്, ബ്രെയിന്, കിഡ്നി. ഇത് 3 അഫക്റ്റ് ചെയ്യുക. നൗ ദ കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി നമ്മൾ കണ്ടല്ലോ, അതിൽ ല്യൂമൻ നാരോ ആവുന്നു ബിക്കോസ് ഓഫ് കാൽഷ്യം, ഫാറ്റ്, കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ. അതാണ് കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ ഒരു സിവിയർ ഫോമാണ് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ വെൻ ദ ഹാർട്ട് മസിൽസ് ഈസ് സഡൻലി ഡാമേജ്ഡ് എന്നുള്ളതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇനി കാർഡിയാക് അറസ്റ്റ് എന്താണെന്ന് അറിയാലോ? കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ് ആണ് കാർഡിയാക് അറസ്റ്റ്. ഓക്കെ, ആൻജിന എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന സമയത്ത് വരുന്ന വേദനയ്ക്കാണ്. ദാറ്റ് ഈസ് സിംറ്റം ഓഫ് അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ആണ് ആൻജിന. ഇനി ഹാർട്ട് ഫെയിലർ ആണ്. ഹാർട്ട് ഫെയിലറിൻ്റെ ഡെഫിനിഷൻ നോക്കൂ. വെൻ ദ ഹാർട്ട് fail to pump the blood effectively to meet the needs of the body. ഹാർട്ട് അറ്റാക്ക് കാരണം ഹാർട്ടിലെ മസിൽ ഡാമേജ് ആവില്ലേ? അപ്പോൾ ഹാർട്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാർട്ടിന് ബ്ലഡിനൊന്നും പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് നമ്മൾ ഹാർട്ട് ഫെയിലർ എന്ന് വിളിക്കുക. ഓക്കെ, സോ ദീസ് ആൾ അബൌട്ട് ദിസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. സോ താങ്ക് യു.